കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് കൈമാറി. ആ വീഡിയോ ഒന്ന് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ സാറിന് എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും. അപ്പം അത് കണ്ടില്ലേ, ഈ 10 ലക്ഷം രൂപ ഏത് വകുപ്പിലാണ് അനീഷിന് ഉൾപ്പെടുത്തുക? അതെനിക്ക് മനസ്സിലാവാത്തത്. പശുവും ചത്തും ഓരോ പൊളിയും പോയി, എന്നിട്ടൊരു 10 ലക്ഷം രൂപ കൊണ്ട് സെക്കൻഡ് റണ്ണറപ്പായ അനീഷിന് കൊടുത്താൽ, ഇതിനു മുമ്പും പലരും സെക്കൻഡ് റണ്ണറപ്പായിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. ഇത് കൊടുത്തത് വിവാദമായുള്ള ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ട് കൊടുത്തു? മറ്റുള്ള സെക്കൻഡ് റണ്ണറപ്പ് എന്നുള്ള ഒരാൾക്കും കൊടുക്കാത്ത ഈ ഒരു പരിഗണന എന്തിനാണ് അനീഷിന് കൊടുത്തത്? അപ്പോൾ കത്തുന്ന തീയിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാൻ നമ്മൾ നാട്ടുകാർ പറയും. അതേപോലെ തന്നെ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്കാനായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് വന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പും ഏഷ്യാനെറ്റും സംയുക്തമായിട്ടാണ് 50 ലക്ഷം രൂപ കൊടുത്തത്. എന്നിട്ട് അത് പോരാണ്ട് ഏഷ്യാനെറ്റ് അറിയാണ്ട് വന്ന് സാധാരണക്കാരന് കൊടുക്കുന്ന ദാനം എന്നാണ് പറഞ്ഞത്. സാധാരണക്കാരന് കൊടുക്കുന്ന പ്രൈസ്. എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരനാണ് അനീഷ് സാധാരണക്കാരനാണെന്നുള്ളത്. അവർ ഗവൺമെൻറ് ജോലിക്കാരനാണ്. അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പാടം അവർ കോടനൂർ കോളിലുണ്ട്. ഇതൊരു സാധാരണക്കാരൻ്റെ ലക്ഷണമാണോ? അല്ല, ഇത് സാധാരണക്കാരനല്ല. അപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞ് ഞാനും സാധാരണക്കാരനാണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി ഒരു സാധാരണക്കാരനാണെന്നുള്ളത് ഭംഗിയായിട്ടുണ്ട്, അടിപൊളി. അതുപോലെ ഇത് ഏഷ്യാനെറ്റ് അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്ത് ഏഷ്യാനെറ്റ് അറിഞ്ഞാൽ? ഇത് ഏഷ്യാനെറ്റ് അറിഞ്ഞ് കാശ് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അവർക്കുള്ള കുറ്റബോധത്തിൻ്റെ ഒരു പൈസയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇതിൽ നിന്നും പോകട്ടെ 30% ടാക്സും പോവും, അതുപോലെ തന്നെ സർചാർജും പോവും. അപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 3-3.5 ലക്ഷം രൂപ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളത് കിട്ടും. അനീഷിന് എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ ഏത് വകുപ്പിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചേർക്കുക? അനീഷ് ഒരു വിന്നറല്ല, സെക്കൻഡ് റണ്ണറപ്പാണ്. അവർക്കൊരു 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള അതിനുള്ള മോട്ടീവ് എന്താണെന്ന് അദ്ദേഹം പറയണമായിരുന്നു. എന്തുകൊണ്ടാണ് കൊടുത്തതെന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് മനസ്സിലാക്കാം. അനീഷിന് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ട ആളെ രണ്ടാമത്തെ ആക്കി ആദ്യം അനുമോൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുത്തു. അതിൻ്റെ കുറ്റബോധം ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ഡോക്ടർ റോയ്ക്കുമുണ്ട്. അത് തീർക്കാൻ വേണ്ടി ഒരു നക്കാപ്പിച്ചായ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോലാഹലങ്ങളെ അടിച്ചൊതുക്കുക. അല്ലെങ്കിൽ പെര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളൊരു കലാപരിപാടികളുണ്ടല്ലോ, അതേപോലെ തന്നെ നല്ലൊരു പരസ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബിൽഡേഴ്സിന് ഒരു വലിയൊരു പരസ്യത്തിന് വേണ്ടി കൊടുത്തതായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിനെ പറ്റി വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് വലിയ പ്രതിസന്ധിയാവും.